തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ വലിയ അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് അഭിഷേകം, സൗഖ്യം, വിടുതൽ നൽകും എന്ന് വിശ്വസിക്കുക. കാരണം വചനം വിതരപ്പെടുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചനം ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുവിൻ, അങ്ങനെയെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ഒരു കാര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ദൈവിക പ്രവൃത്തി സംഭവിക്കപ്പെടണമെങ്കിൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വിശുദ്ധീകരണം, ഒരു ശുദ്ധീകരണ കലശം ആവശ്യമാണെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തോട് പറയുക, ദൈവമേ, ഇതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിത വഴികളിൽ മാനസാന്തരം നൽകിക്കൊണ്ട് പ്രാർത്ഥനയിൽ ജ്വലിക്കുവാൻ എനിക്ക് കൃപയും അഭിഷേകവും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജോഷുവായുടെ ഈ വചനം ഈ മണിക്കൂറിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഫലമണിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മിൽ അധികം പേരും. പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലുമൊക്കെ പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നിറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഫലമണിയുന്നുണ്ടോ? അതോ പ്രാർത്ഥനകളൊന്നും ഫലമണിയാതെ നിരാശയിലും ദുഃഖത്തിലുമാണോ എന്ന് ധ്യാനിക്കാനുള്ള ഒരു തിരുവചനമാണ് ജോഷുവായിലൂടെ നമ്മുടെ മുമ്പിൽ കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഏകദേശം 1 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ള ഒരു ഫോൺ കോൾ. കാനഡയിൽ നിന്നുള്ള ഒരു നേഴ്സ്, മലയാളിയാണ്. ആ പെൺകുട്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് ഫോൺ വിളിച്ചു. ഏതെങ്കിലും ഒരു അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ അത് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഫോണിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ വല്ലാതെ പലവിധ പീഡകൾ സഹിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട പീഡ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്നു എന്നുള്ളതാണ്. അച്ഛാ, എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്നു. അത് വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, നിസാരമായ ചൊറിച്ചിലല്ല, ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചു കഴിയുമ്പോൾ കറുത്ത വട്ടത്തിൽ പാടുകൾ വന്ന് ശരീരം മുഴുവൻ അസ്വസ്ഥപ്പെടുത്തും. ഈ പാടുകൾ കാരണം എനിക്ക് പുറത്തിറങ്ങി മനുഷ്യരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ വയ്യ. എന്നിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതത്ര ശരിയാവും തോന്നുന്നില്ല. കാരണം അച്ഛാ, എൻ്റെ ശരീരം മുഴുവൻ പാടുകളാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ചൊറിച്ചിൽ, ഈ അസ്വസ്ഥത മാറുന്നില്ല. അതിനെ തുടർന്ന് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നീ എന്ത് പ്രാർത്ഥനയാണ് ഈ ചൊറിച്ചിൽ മാറാൻ വേണ്ടി ചെല്ലുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ രോഗം വന്നതിന് ശേഷം കേരളത്തിലുള്ള ഒത്തിരിയേറെ ധ്യാന മന്ദിരങ്ങളിലെ ഒത്തിരി ശുശ്രൂഷകരോടൊക്കെ ഫോണിലൂടെ സംസാരിച്ചു. അവരൊക്കെ പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നിർദ്ദേശിച്ചു.
അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് തരം പ്രാർത്ഥനകളാണ് അവർ നിർദ്ദേശിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കേരളത്തിൽ വിളിച്ചു. അപ്പോൾ ഒരു ബ്രദർ എന്നോട് സംസാരിച്ചു. ആ ബ്രദർ എന്നോട് പറഞ്ഞു, വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഒരു ദിവസം 9 തവണ വെച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലുക. അച്ഛാ, ഞാൻ 9 അല്ല 15 20 തവണ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്, പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകർ ഞങ്ങളുടെ ദേശത്ത് കാനഡയിൽ ഒരു കൺവെൻഷൻ വന്നപ്പോൾ അതിലെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടി. ആ സഹോദരനോട് എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ബൈബിളിൽ ഒത്തിരിയേറെ സൗഖ്യത്തിൻ്റെ വചനങ്ങളുണ്ട്. ആ സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അച്ഛാ, സൗഖ്യത്തിൻ്റെ വചനങ്ങൾ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം. ആ വചനം ഇങ്ങനെയാണ്: കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ഈ തിരുവചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ മറ്റൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, വചനം പറഞ്ഞാൽ മാത്രം പോരാ, ഈ വചനം മുറിക്കുള്ളിൽ ആ മുറിയിലൊക്കെ എഴുതി ഒട്ടിച്ചു വെക്കണം. അച്ഛാ, എൻ്റെ മുറി മുഴുവൻ വചനങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. മുറി മുഴുവൻ വചനങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു സഹോദരി, ഞങ്ങളുടെ ഈ കാനഡ പ്രദേശത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, നീ കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛാ, ഞാൻ കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസപ്രമാണം ചെല്ലുന്നു, സൗഖ്യവചനങ്ങൾ പറയുന്നു, കരുണക്കൊന്ത ചെല്ലുന്നു, വചനങ്ങൾ എഴുതി ഒട്ടിക്കുന്നു, അങ്ങനെ പല അഭ്യാസങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഡൽഹിയിൽ ഫരീദാബാദ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അറിഞ്ഞു. അച്ഛൻ, ഞാൻ അങ്ങനെയാണ് അച്ഛനെയും കൂടെ വിളിച്ചത്. ഇനി അച്ഛന് പുതിയതായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്, പ്രാർത്ഥനാ രീതികളുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ ഞാനത് ചെയ്യാം. ഞാൻ ആ പെൺകുട്ടിയുടെ സംസാരത്തിന് മുമ്പിൽ ഒന്ന് അസ്വസ്ഥപ്പെട്ടു. കാരണം ഇനി എന്തു പറയാനാണ്? സാധാരണഗതിയിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരോട് ഞാൻ പറയുന്ന അനേക കാര്യങ്ങൾ മറ്റു പലരുമായി പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, രോഗസൗഖ്യ വചനങ്ങൾ പറയുക, എഴുതുക, മറ്റുള്ളവരോട് പഠിപ്പിക്കുക, കരുണക്കൊന്ത ചെല്ലുക. ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ പറയുന്ന പ്രാർത്ഥനാ രീതി പറഞ്ഞോ, ഞാനത് ചെയ്യാം. കാരണം എൻ്റെ ആവശ്യം വളരെ വലുതാണ്. 1.5 വർഷമായി ഞാൻ ഈ ചൊറിച്ചിൽ എന്ന് പറയുന്ന അസ്വസ്ഥത, അലർജിയാണ് അച്ഛാ, അതിൽ പീഡ അനുഭവിക്കുകയാണ്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയത് നമ്മൾ ആദ്യം പങ്കുവച്ച ദൈവവചനമാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, എങ്കിൽ കർത്താവ് നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കും. അവളൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ലഭിച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ മുറിയിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, 4 പേര് ഞങ്ങൾ താമസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എന്നവണ്ണം ഞാൻ വീണ്ടും അടുത്ത ഒരു ചോദ്യം കൂടെ പറഞ്ഞു, നിൻ്റെ മുറിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ നാളെ കുറേയായി സംസാരിച്ചിട്ട് എന്ന് തോന്നുന്നു. ഉടനെ തന്നെ അവൾ എന്നോട് ചോദിച്ചു, അച്ഛനോട് ഇതാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്നോടിത് ആരും പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ ലഭിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. ഉടനെ അവൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായി ഞാനൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നില്ല. അച്ഛാ, അതിന് കാരണങ്ങളുണ്ട്. എന്നിട്ട് ഇവൾ ഓരോ കാരണങ്ങൾ ഓരോന്നോരോന്നായി അങ്ങ് നിരത്തുകയാണ്. അച്ഛാ, ഈ ദേശത്ത് വന്നതിന് ശേഷം ഇവൾ എന്നെ വല്ലാതെ മാനസികമായും ശാരീരികമായും അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഇവൾ എന്നെ പലതരത്തിൽ ചതിച്ചു. ഇവളോട് ഞാൻ മിണ്ടില്ല അച്ഛാ, ഇവളോട് ഞാൻ മിണ്ടില്ല. ഇവളെ ഞാൻ മുഖത്ത് പോലും നോക്കില്ല. ഇവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ ഡേ ഡ്യൂട്ടി എടുക്കും. അങ്ങനെ ഒരിക്കലും പരസ്പരം കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഞങ്ങൾ ഡ്യൂട്ടി പോലും ക്രമീകരിക്കുന്നത്. ഞങ്ങൾക്ക് പരസ്പരം കാണുന്നത് ഇഷ്ടമല്ല.
എന്നിങ്ങനെ പറഞ്ഞ് ഈ നേഴ്സ് പെണ്ണ് കൂടെ താമസിക്കുന്ന ആ റൂംമേറ്റിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവച്ചു. അതിൻ്റെ അവസാനം ഈ പെണ്ണിനോട് പറഞ്ഞു, അച്ഛാ അതൊക്കെ മാറ്റിവെക്കൂ, ആ പെൺകുട്ടിയുടെ കാര്യം മാറ്റിവെക്കൂ, അച്ഛന് എൻ്റെ ചൊറിച്ചിൽ മാറാൻ വല്ല പ്രാർത്ഥനകൾ പറയാനുണ്ടെങ്കിൽ അത് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നീ പുതിയ പ്രാർത്ഥനകളൊന്നും ചെല്ലേണ്ടതില്ല, മറിച്ച് ഒരു കാര്യം ചെയ്യണം. അവൾ ചോദിച്ചു, എന്ത് കാര്യം? ഞാൻ പറഞ്ഞു, നീ 1.5 വർഷമായി സംസാരിക്കാത്ത ദേഷ്യത്തിലായിരിക്കുന്ന ആ പെൺകുട്ടിയോട് സംസാരിക്കണം. അവൾ പറഞ്ഞു, അതുമാത്രം പറയരുത്, ബാക്കി എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം, അതുമാത്രം എന്നോട് പറയരുത്, കാരണം അത്രത്തോളം വിഷമമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, ശരിയാണ്, വിഷമമുള്ള കാര്യമാണ്, പക്ഷേ യേശുക്രിസ്തുവിനെ പ്രതി നീ ക്ഷമിച്ചാൽ നിൻ്റെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായി കാര്യങ്ങൾ പ്രവർത്തിക്കും. നീ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളെല്ലാം നിൻ്റെ നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളൊന്നും തന്നെ നിൻ്റെ ഹൃദയത്തിൽ നിന്നല്ല. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ വന്നാൽ അത് നിൻ്റെ സ്വഭാവത്തെ മാറ്റം മറിക്കും. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയർന്നാൽ അത് നമ്മുടെ സ്വഭാവത്തെ മാറ്റം മറിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയോട് ഇത് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, ശരിയല്ലേ? പലതരത്തിലുള്ള പ്രാർത്ഥനകൾ, പലതരം ധ്യാനങ്ങൾ, പലതരം ശുശ്രൂഷകൾ. പല ശുശ്രൂഷകളും ഫലമണിയാതെ പോകുന്നത്, പല പ്രാർത്ഥനകളും വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാ പ്രചോദിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാതെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന വെറും അധര വ്യായാമമായി നമ്മുടെ പല പ്രാർത്ഥനകളും മാറുന്നു. അങ്ങനെ അധര വ്യായാമമായി മാറുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല, ഒരത്ഭുതവും വരുത്തുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനം, അതിൽ നമ്മൾ കാണുന്നത് ബർത്തിമീസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനാണ്. ഈ യാചകനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, ഇവൻ ജന്മന അന്ധനൊന്നുമല്ല. കാരണം അവൻ ഈശോയോട് പറയുന്നത്, യേശുവേ എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം അറിയാം, ജീവിതത്തിൽ ഇവൻ ഒരിക്കൽ കാഴ്ച ഉണ്ടായിരുന്നവനാണ്, പിന്നീട് എപ്പോഴോ കാഴ്ച നഷ്ടപ്പെട്ടു പോയവനാണ്. അങ്ങനെയുള്ള ബർത്തിമീസാണ് ആ വഴിയരികിലിരുന്നു കൊണ്ട് വലിയ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. കാരണം അവൻ്റെ ഉള്ളിൽ അവനറിയാം, എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന യേശുവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് അവനറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ബർത്തിമീസിനെ പോലെ ജീവിതത്തിൻ്റെ ചില വഴിത്താരകളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മുമ്പിലൂടെ വലിയ ജനക്കൂട്ടം കടന്നു പോകുന്നുണ്ട്. ബർത്തിമീസിൻ്റെ മുമ്പിലൂടെ വലിയ ജനക്കൂട്ടം കടന്നുപോയി. ഈ ജനക്കൂട്ടം അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. എന്നാൽ ബർത്തിമീസ് മിണ്ടാതിരുന്നില്ല, മറിച്ച് അവൻ കൂടുതൽ ഉച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, നിലവിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നിലവിളി യേശു കേട്ടു. പിന്നീട് സംഭവിക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. യേശു പറയുന്നു, അവനെ വിളിക്കുക. ജനക്കൂട്ടം ചെന്ന് അവനെ വിളിക്കുന്നു. ഉടനെ തന്നെ ഈ ബർത്തിമീസ് എടുക്കുന്ന ഒരു നിലപാട്, അത് വളരെ പ്രത്യേകമാമിതം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാം തിരുവചനം, വചനം ഇങ്ങനെ പറയുന്നു, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ പക്കലെത്തി. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. സാധാരണഗതിയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോകുമ്പോൾ, ഒരു VIP ആയ ആളെ കാണാൻ പോകുമ്പോൾ പുറങ്കുപ്പായമൊക്കെ ധരിച്ച് നല്ല വൃത്തിയുള്ള വേഷത്തിലാണ് നമ്മൾ പോകേണ്ടത്. എന്നാൽ ഇവിടെ ബർത്തിമീസിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. ബർത്തിമീസ് എന്ത് ചെയ്തു? ബർത്തിമീസ് ആ സമയം വരെ അവൻ ധരിച്ചിരുന്ന പുറങ്കുപ്പായം വലിച്ച് ദൂരേക്കെറിഞ്ഞു. അവൻ അവിടെ ഊരിയിട്ടു എന്നുള്ളതല്ല, മറിച്ച് അവൻ അത് വലിച്ച് ദൂരേക്കെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കാം അവൻ ഈ പുറങ്കുപ്പായം
ഊരി ദൂരേക്കെറിഞ്ഞു എന്ന് വചനം പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. അവൻ വെറും വസ്ത്രം ഊരി കളഞ്ഞു എന്നുള്ളതല്ലല്ലോ, മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ യാചകനായിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ യാചക വേഷമായിരിക്കാം, അവൻ്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള അവൻ്റെ ജീവിത അവസ്ഥയായിരിക്കാം, അവൻ്റെ ജീവിതത്തിൽ വസ്ത്രം പോലെ ശരീരത്തോട് ചേർത്ത് വച്ചിരുന്ന ദുശീലങ്ങളുടെ ഒരു ഭാണ്ഡമായിരിക്കാം. എന്തുതന്നെയുമാവട്ടെ, അവനൊരു തീരുമാനമെടുത്തു, ഇനി എനിക്കിത് വേണ്ട, ഇനി എനിക്കിത് വേണ്ട. അവൻ അതുകൊണ്ടാണ് അവിടെ ഊരിയിടാതെ അത് വലിച്ച് ദൂരേക്കെറിഞ്ഞത്. നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, വഴിയരിയിലിരുന്നു കൊണ്ട് അവൻ വലിച്ച് ദൂരേക്കെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൂരേക്ക് മാലിന്യ കൂമ്പാരത്തിലേക്കോ ഇനി കൈയെത്താത്ത ദൂരത്തേക്കോ അവനത് വലിച്ച് ദൂരേക്കെറിഞ്ഞു. ആ നിലപാട് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തിനും അനുഗ്രഹത്തിനും ഒരു വഴിയൊരുക്കി കൊടുക്കുന്നു. ജോഷുവ പറഞ്ഞില്ലേ, ജനത്തോട് പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ദൈവവചനം പറയുമ്പോൾ ഒരത്ഭുതം പ്രവർത്തിക്കാൻ, ഒരടയാളം പ്രവർത്തിക്കാൻ എന്താണ് അനിവാര്യമായ കാര്യം? വചനം പഠിപ്പിക്കുന്ന കാര്യം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ബർത്തിമേസ് എന്ന് പറയുന്ന അന്ധയാചകനെടുത്ത ഒരു നിലപാട് ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കട്ടെ. അന്ധനായ അവനൊരു തീരുമാനമെടുത്തു, ഇനി ഈ പുറങ്കുപ്പായം എനിക്ക് വേണ്ട. എൻ്റെ പഴയ ജീവിതത്തിൻ്റെ തിന്മയുടെ യാചക മേഖലയുടെ ഇക്കാലം അത്രയും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചിരുന്ന എൻ്റെ ജീവിതാവസ്ഥയുടെ പുറങ്കുപ്പായം ഇനി എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായൊരു ചോദ്യം ബർത്തിമേസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബൈബിളിൽ തന്നെ വളരെ ചുരുക്കം പേരോട് മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ബർത്തിമേസിനോട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിനക്ക് വേണ്ടി ദൈവമിതാ കാത്തുവച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം സക്കേവുസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സക്കേവുസിനെ കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ തവണ കേട്ടിട്ടുണ്ട്. ഏതൊരു ധ്യാനാവസരത്തിൽ ചെന്നാലും സക്കേവുസ് ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ സക്കേവുസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട്. പൊക്കം കുറഞ്ഞവൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ ചുങ്കക്കാരനാണ്, അവൻ മരത്തിൻ്റെ മുകളിൽ കയറി എന്നിങ്ങനെയുള്ള കുറേയധികം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായി ഓടിയെത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ സക്കേവുസിനെ ഈശോ മരത്തിൽ നിന്നിറക്കി, സക്കേവുസെ നീ വേഗം ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ വരേണ്ടിയിരിക്കുന്നു. നമുക്ക് വീട്ടിൽ പോകാം. കാരണം എന്താ? ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമല്ല ഇത്, മറിച്ച് ഇത് നിൻ്റെ വീട്ടിൽ തീർക്കേണ്ട ഒരു കാര്യമാണ്. നിൻ്റെ കുടുംബത്തിലാണ് പ്രശ്നം ഇരിക്കുന്നത്. അതുകൊണ്ട് വാ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം. ഈ സക്കേവുസിനെയും കൊണ്ട് വീട്ടിലെത്തുന്ന യേശു ഈ മരത്തിന് കീഴിലെത്തുമ്പോൾ സക്കേവുസിനോട് ഈശോ പറയും, നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തിനാണ് ഈശോ അത്രയും ഒരു എഫേർട്ട് അവിടെ എടുക്കുന്നത്? ആ മരത്തിന് കീഴേ വെച്ച് തന്നെ സക്കേവുസേ, ദേ നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു, നീ അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ സക്കേവുസിനോട് ഈശോ അങ്ങനെയൊന്നും പറയുന്നില്ല. മറിച്ച് സക്കേവുസിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ സക്കേവുസ് കുടുംബനാഥൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതെന്ത് പ്രഖ്യാപനമാണ്? എൻ്റെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ഞാൻ ആരെയൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ 4 ഇരട്ടിയായി ഞാൻ കൊടുക്കുന്നു. ഞാൻ ഒരു ചുങ്കക്കാരനാണ്. ഞാൻ പണമാണ് ഇക്കാലം അത്രയും ദാഹിച്ചു നടന്നത്. നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ചും തട്ടിപ്പറിച്ചും ഞാൻ പലതും നേടിയിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ ധനം, എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാണ്. എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യം പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെയാണ് യേശു അവനോട് പറയുന്നത്, ദേ
നീയും അബ്രാഹത്തിൻ്റെ പുത്രനാണ്, നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി ഒരു വ്യക്തിയിൽ ഇടപെടുന്നു. ദൈവം അത്ഭുതകരമായി ഒരു വ്യക്തിയിൽ ഇടപെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടുപേരെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പരിചിതമായ രണ്ടുപേരെയും നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ ദൈവം ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കുകയാണ്. അതെന്നോടും നിന്നോടുമുള്ളൊരു ചോദ്യമാണ്. നീയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടോ? നിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടോ? അതോ വെറും അധര വ്യായാമമായി നമ്മുടെ പ്രാർത്ഥനകൾ ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഈ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം മാറ്റം വരുത്തുക എന്നുള്ളതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും. ചില പാപമാർഗങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടി വരും. ഇത് വല്ലാത്ത ഒരു അസ്വസ്ഥതയുടെ മേഖലയാണ്. പ്രാർത്ഥിക്കാൻ, പള്ളിയിൽ വരാൻ, മുട്ടുകുത്താൻ, കൈകൾ ഉയർത്തിപ്പിടിക്കാൻ, ഹല്ലേലൂയ പറയാൻ വലിയ മുടക്കമൊന്നുമില്ല. എന്നാൽ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ അത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക: മാറ്റം വരുത്താതെ, ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ ഫലമണിയുകയില്ലെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കുന്ന കാര്യം ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ അവിടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്, അഭിഷേകം സ്വീകരിക്കപ്പെടുന്നത്. പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ജനതയെ നമ്മൾ എങ്ങനെ മറക്കും? പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ കഷ്ടതകളിലൂടെ കടന്നുപോയി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വചനം. ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇസ്രായേൽക്കാരുടെ കണ്ണുനീര് ദൈവം കണ്ടു, അവരുടെ ദീനരോദനം ദൈവം കേട്ടു, അവരുടെ ജീവിതത്തിൻ്റെ യാതനകളുടെ മേഖലകൾ ദൈവം അനുഭവിച്ചു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ചെങ്കടൽ മറികടക്കുന്നതും മന്നായും കാടപ്പക്ഷിയും വരുന്നതും ആ ഇടയ്ക്കല്ല. അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ പിന്നീട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. 14-ാം അധ്യായത്തിൽ ചെങ്കടൽ രണ്ടായി കീർമുറിക്കപ്പെടുന്നതും 15-ാം അധ്യായത്തിൽ മാറ എന്ന സ്ഥലത്തെ കയ്പ് നീര് മധുരമായി മാറുന്നതും 16-ാം അധ്യായത്തിൽ മന്നായും കാടപ്പക്ഷിയും വിതറപ്പെടുന്നതും തുടങ്ങി അത്ഭുതങ്ങളുടെ പെരുമഴ. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ചില അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയും. ചില അടിമത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകും. ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നു. പക്ഷേ നമ്മിലേക്ക് ദൈവത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റാത്തവണ്ണം ഒരു വലിയ മതിൽ. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ, ഇതാ എനിക്കും നിനക്കും മധ്യേ ഒരു മതിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മതിൽ വിശുദ്ധീകരണത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഈ മതിൽ തകർക്കപ്പെട്ടാൽ അവിടെ വിശുദ്ധീകരണം സംഭവിക്കപ്പെടും, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒഴുകപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയിലേക്ക് സംഭവം ഒന്ന് ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഫോൺ വെച്ചതിന് ശേഷം ആ പെൺകുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. വളരെ വേദനാജനകമായ കാര്യം, പക്ഷെ ഞാനത് തീരുമാനിച്ചു. ഞാൻ ആ പെൺകുട്ടിയോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് തന്നെ ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിക്കും. അച്ഛാ, എൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ അവളോട് പറയും. ഞാൻ അവളെ സ്നേഹിക്കും. ഞാൻ ഈ 2 ദിവസം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്ഷമിക്കുക, പൊറുക്കുക, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ അന്ന് തന്നെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു.
ഞാനൊരത്ഭുതം കൂടെ വെളിപ്പെടുത്തിക്കൊള്ളട്ടെ. പിറ്റേ ദിവസം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരത്ഭുതത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം ആ രാത്രിയിൽ ദൈവം അവളുടെ ശരീരത്തെ അത്ഭുതകരമായി സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ, ശരീരം മുഴുവൻ കറുത്ത പാടുകളുണ്ടായിരുന്ന, അലർജി രോഗമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ ആ കറുത്ത പാടുകളെല്ലാം കർത്താവ് അത്ഭുതകരമായി എടുത്തുമാറ്റി. പിറ്റേ ദിവസം അവളുടെ ജീവിതത്തിലെ സുന്ദരമായ ഒരു പ്രഭാതമായിരുന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത്? അവളുടെ വാചക പ്രാർത്ഥനകൾ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിനുള്ളിൽ നിന്ന് മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ മാറ്റമുണ്ടായി. എന്നെ കേൾക്കുന്നവരെ, ജോഷുവയുടെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി വിശുദ്ധീകരണം നേടിക്കൊണ്ടാണെങ്കിൽ ദൈവം ഇടപെടും. തീർച്ചയായും ഇപ്രകാരം ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.